ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ചിരിക്കൂ ചിരിക്കൂ ചിരിച്ചുകൊണ്ടേയിരിക്കൂ. രാവിലെ തന്നെ ചിരിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണം എന്നുള്ളത് വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, ടീച്ചർമാ സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പല സാഹചര്യങ്ങൾ ലൈഫിൽ വരും, അപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്ന്. മക്കളെ, ലൈഫിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട് ലൈഫിൽ, ഒരുപാട് സക്സസ് ഉണ്ട്, അതുപോലെ പരീക്ഷണങ്ങളും ഉണ്ട്. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്, എല്ലാം ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ല. പല രീതിയിലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ ഓക്കെ ആയിരിക്കില്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, പക്ഷേ ലൈഫിൽ ചില കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പം നമ്മൾ ആ ഇംപെർഫെക്ഷനിലേക്ക് നോക്കി വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയുണ്ട് അതിലേക്ക് നോക്കാം. മെയിനായിട്ട് നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക, അല്ലേ? നമ്മുടെ അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും, അയ്യോ ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവം എന്തെല്ലാം സൗഭാഗ്യങ്ങൾ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എത്ര സൗഭാഗ്യങ്ങളാണ് ദൈവം തന്നേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടോപ്പിക് എന്ന് പറയുന്ന മക്കളെ, പവർ ഓഫ് പേഷ്യൻസിനെ കുറിച്ചാണ്. ക്ഷമ. പലർക്കും ക്ഷമയില്ല. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അവർക്ക് ഓവർനൈറ്റ് സക്സസ് വേണം, അടുത്ത ദിവസം കൊണ്ട് അങ്ങ് മില്യൺസ് ഓഫ് വ്യൂസ് വന്ന്, മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് വന്ന്, പെട്ടെന്ന് ഇൻകം വന്ന് വേൾഡ് ഫേമസ് ആയി. അതായത് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിരന്തരം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക കൂടി വേണ്ടേ. നമുക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞ പോലെ മെല്ലെ 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 നമ്മൾ ആക്ഷൻ എടുത്ത് സക്സസ്സിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് വ്യൂസ് കുറവായിരുന്നു, സബ്സ്ക്രൈബർ കൗണ്ട് കുറവായിരുന്നു, മെല്ലെ 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 അത് 1 ലക്ഷമായി, 2 ലക്ഷമായി, അതേ ഇപ്പോൾ 2.30, ഇനി അത് 3 ആവും, അത് പതുക്കെ 1 മില്യണിലേക്ക് എത്തും. ഡെയിലി കൺസിസ്റ്റൻ്റ് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും വയ്യ, കുറച്ചൊരു വീഡിയോ ഇടും, അതിനുശേഷം അതിന് ഗ്രോത്ത് ഇല്ല, അതിന് സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നില്ല, വ്യൂസ് ഇല്ല. അപ്പോൾ ഉടനെ എന്ത് ചെയ്യും? ഇതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിക്കെട്ടി പോവും. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. ഇപ്പം നമ്മൾ മണ്ണിനകത്തൊരു വിത്ത് കൊണ്ടുവന്ന് നടുകയാണ്. വിത്ത് നട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ വിത്ത് വളർന്നങ്ങ് വടവൃക്ഷമാവില്ല. നിങ്ങൾ ചൈനീസ് ബാംബൂ ട്രീയുടെ കഥ കേട്ടിട്ടില്ലേ? ഒരിക്കലൊരു കർഷകൻ ചൈനീസ് ബാംബൂ ട്രീ നട്ടു. അപ്പോൾ ആ ഒരു ചൈനീസ് ബാംബൂ ട്രീയുടെ വിത്ത് നട്ടപ്പോൾ അദ്ദേഹം ഡെയിലി നട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അതിന് വേണ്ടുന്ന പരിപാലനം എല്ലാം ചെയ്യുന്നു. അത് വളരുന്നില്ല. 1 വർഷം കഴിഞ്ഞിട്ടും ഇതിന് ഗ്രോത്ത് ഇല്ല. അപ്പോൾ ആൾക്കാരൊക്കെ കളിയാക്കി ചിരിച്ച്, പൊട്ടൻ, വേറെ പണിയൊന്നുമില്ല, അവൻ ഡെയിലി വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നു, എന്നിട്ടും ചൈനീസ് ബാംബൂ വളരുന്നില്ല. അങ്ങനെ 2 വർഷമായി, 3 വർഷമായി, 4 വർഷം ആളുകളുടെ കളിയാക്കലും എന്താ പറയുക, വിമർശനങ്ങളും ഒക്കെ കൂടി വന്നു. 5ാമത്തെ വർഷം അദ്ദേഹം നോക്കി നിൽക്കെ 6 ആഴ്ച കൊണ്ട് ഇതൊരു 80 അടി ഹൈറ്റിലേക്ക് വളരാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയും നാളും ഒരു ഗ്രോത്തും ഇല്ലാതെ ഇതെങ്ങനെ പെട്ടെന്ന് വളർന്നു വന്നു? ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 വർഷം ആ ചെടി വളരാതിരുന്നില്ല. ഇത് മണ്ണിനടിയിൽ നല്ല സ്ട്രോങ് റൂട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യായിരുന്നു. അതായത് പെട്ടെന്ന് കുതിച്ച് പൊന്തണമെന്നുണ്ടെങ്കിൽ അത്രയും ശക്തമായ വേരുപടലം ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു 5 വർഷം കൊണ്ട് ആ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നത്. ഇതുപോലെ നിരന്തരം നമുക്ക് സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ ആക്ഷൻ എടുക്കണം. പലർക്കും മടിയാണ്. ചെയ്യണം, നാളെ ചെയ്യാൻ, മറ്റന്നാൾ ചെയ്യാം. മടിയും നീട്ടിവെക്കലും അലസതയും കൊണ്ട് പലർക്കും ഉച്ചയുറക്കം, അല്ലേ? ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുക, എങ്ങനെയെങ്കിലും അങ്ങ് സമയം കളയുക, ഫോണിൽ സ്ക്രോൾ ചെയ്ത് സമയം കളയുക, എന്നിട്ട് ഞാനങ്ങ് എത്തിയില്ലേ എന്ന് വിലപിക്കുക. മക്കളെ, പരാതി പറയാനും വിഷമിച്ചിരിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും, ആക്ഷൻ എടുക്കാനാ പാട്. അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് സക്സസ് നേടണം എന്ന് ചിന്തിക്കാതെ ഹാവ് പേഷ്യൻസ്, ക്ഷമയുണ്ടാവുക. നിരന്തരം നമ്മൾ നോക്കുക, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന് റിസൾട്ട് കിട്ടുന്നുണ്ടോ? റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുക, നമ്മുടെ ചിന്തകൾ വേണ്ടുന്നതിലേക്ക് കൊടുക്കുക, കൺസിസ്റ്റൻ്റായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. അതായത് ക്ഷമയോടെ എടുക്കുന്ന കൺസിസ്റ്റൻ്റ് ആക്ഷനാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇപ്പോൾ ടീച്ചർമാർ നിങ്ങൾ കണ്ടില്ല, രാവിലെ എഴുന്നേറ്റ് $1 മില്യൺ മോർണിംഗ് റൊട്ടീനൊപ്പം എൻ്റെ ഒരു $1 മില്യൺ മോർണിംഗ് റൊട്ടീനിലൂടെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെയുള്ള പ്രാക്ടീസ്, യോഗയും മെഡിറ്റേഷൻ പ്രാക്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ജിമ്മിൽ പോയി 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. അതിനുശേഷം വീട്ടിൽ വന്ന് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ തുടങ്ങുന്ന പണിയാണ് നമ്മുടെ
ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയുടെ ഷൂട്ടിങ്ങായി ഇപ്പോൾ 365 ഡേയ്സ് വീഡിയോ ഇടുന്നത് ഈസി ജോബല്ലാന്ന് നിങ്ങൾക്കറിയാം. ഡിഫറെൻറ്റ് ലൊക്കേഷൻ, ഡിഫറെൻറ്റ് കണ്ടൻറ്റ്, ഡിഫറെൻറ്റ് അറ്റയർ, അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പിന്നെ എഫേർട്ട് വേണ്ടുന്ന കാര്യം. അപ്പോൾ അത്രയും വീഡിയോസിന് വേണ്ടുന്ന കാര്യങ്ങൾ റെഡിയാക്കുന്നു, അതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നു. നമുക്ക് ഇതുകൂടാതെ തന്നെ മറ്റു പല ബിസിനസ്സുകളും ഉണ്ട്. അപ്പോൾ ആ ബിസിനസ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ, ബിസിനസ് മീറ്റിങ്ങുകൾ, പല ആൾക്കാരെയും പോയി മീറ്റ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ഒരു ദിവസം രാത്രി കിടക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അയ്യോ ഒരു ദിവസം പോയല്ലോ എന്ന് ഓർക്കുന്നത്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും ടീച്ചറമ്മ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ മക്കളെ. അതിന് നിമിഷം ടീച്ചറമ്മയ്ക്ക് സക്സസ്സിന് മീതെ സക്സസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ പിന്നെ കരഞ്ഞും നിലവിളിച്ചും ഞാൻ എങ്ങും എത്തിയില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, എനിക്ക് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് വളരാൻ പറ്റാത്തത്, വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിരുന്നു. എൻ്റെ ഫ്രണ്ടിനെ നോക്കൂ, അവളുടെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവാണ്, അവളുടെ വീട്ടുകാർ സപ്പോർട്ടാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് അവർക്കൊക്കെ എല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ഓക്കെ അല്ല. എന്നോട് ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ സക്സസ്ഫുൾ ആയത് നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരാൻ ഒരാളുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കും പുസ്തകങ്ങൾ വായിച്ചൂടെ, അല്ലെങ്കിൽ ആരുടെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുത്തൂടെ? ആളുകൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് കണ്ടെത്തി എനിക്ക് സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടാണ് എനിക്ക് വളരാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് എക്സ്ക്യൂസും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ കാണുകയാണ്, ആളുകൾക്ക് ഷോർട്സാണ് ഇഷ്ടം. കാര്യം എന്താ, ക്ഷമയെന്ന് പറഞ്ഞൊരു കാര്യമില്ല, പെട്ടെന്ന് കാണാം. 1 മിനിറ്റ് എങ്ങനെയും സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലേ. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് മോട്ടിവേഷൻ വീഡിയോ ഇടാറുണ്ട്. എത്ര പേര് ഫുള്ള് കാണാറുണ്ട്? ഫുള്ള് കാണാറുള്ളവരൊക്കെ യെസ് എന്ന് കമൻറ്റ് ഇടുക. പലരും എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് അത് കുറച്ച് കാര്യങ്ങൾ മാത്രം കണ്ടു പോയി. അവർ ആ ഫുൾ വീഡിയോ, അതായത് ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് നമ്മൾ കേട്ട് ആ ഹൈ എനർജിയിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു മാറ്റം വരിക. ഒന്ന് കേൾക്കാൻ പോലുള്ള ക്ഷമയില്ലാത്തവരുണ്ട്. മക്കളെ, ക്ഷമ ഇന്നു മുതൽ ശീലിക്കുക. നമ്മൾ നിരന്തരം ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളെടുക്കുന്ന ഓരോ ആക്ഷനും റിസൾട്ട് കിട്ടും. ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ഒട്ടും റിസൾട്ട് തരാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും എനിക്ക് വളരണം, എനിക്ക് വിജയിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള അതിയായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റിലിട്ടു, ടീച്ചർമായി ബേണിംഗ് ഡിസയർ വരുന്നില്ല, ബേണിംഗ് ഡിസയർ വരാൻ എന്താ ചെയ്യണമെന്ന്. മക്കളെ, ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്നൊരു ത്വരയാണ്. എനിക്കെങ്ങനെയാണ് ബേണിംഗ് ഡിസയർ വന്നതെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയി. ചെറുപ്പം മുതലേ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും. പിന്നെ എനിക്കൊരു 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ നഷ്ടപ്പെടുകയാണ്. അറിയാലോ, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെയെല്ലാം കയ്യും കാലും പിടിക്കണം. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ. അപ്പോൾ പല കാര്യങ്ങളിലും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. പിന്നെ വിവാഹത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അങ്ങനെ ലൈഫിൽ കുറേ ദുരനുഭവങ്ങളിലൂടെ പലരും ചെയ്ത ദ്രോഹങ്ങൾ, വേദനകൾ, മനസ്സിൽ പോലും നമ്മൾ കാണാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റാരോപണം നടത്തി കുറേ അനുഭവിച്ച് ഒരു എന്താ പറയുക, ഘട്ടം എത്തിയപ്പോൾ 2 വഴി എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഗാന്ധിജി പറഞ്ഞതുപോലെ ഡു ഓർ ഡൈ. ഒന്നുകിൽ എന്താ പറയുക, ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ തീരാമെന്ന് കരുതി പല തവണയും അതിനൊക്കെ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ ദൈവം അങ്ങനെ പെട്ടെന്ന് തീരേണ്ട ഒരു വ്യക്തിയല്ല എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ജീവിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സാഹചര്യങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞു വിളിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ, എന്തായാലും ജീവിക്കുന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ട് മുന്നോട്ടേക്ക് പോയി നല്ല ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കും എന്ന് തീരുമാനിച്ചു. അങ്ങനെ നിരന്തരം ആ ഒരു ബേണിംഗ് ഡിസയർ, അതായത് നമ്മളെ ചവിട്ടി തേച്ചവരുടെ മുമ്പിൽ, നമ്മളെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, നമ്മളെ വിഷമിപ്പിച്ചവരുടെയൊക്കെ മുമ്പിൽ വിജയിക്കണം എന്നുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ, അതാണ് ടീച്ചറമ്മയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകും. അവസാന ശ്വാസം വരെ ദൈവം ആയുസ്സും ആരോഗ്യം തരുന്ന സമയം വരെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം എന്താ, മുന്നോട്ടേക്ക് നമ്മുടെ ഇന്നലകളോട് വേണം മക്കളെ ഫൈറ്റ് ചെയ്യാനായിട്ട്. നമ്മളെ ഇന്നലത്തെക്കാട്ടി നമ്മളെ മികച്ചവരാക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയും തോറും. അപ്പോൾ ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വരണ്ടേ. നമ്മുടെ മോശം സാഹചര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഉയർന്നു വന്ന് വിജയിക്കണം എന്നുള്ള ആ ഒരു ത്വര വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ടീച്ചറമ്മ പറയുന്നത്, ആരും ഇല്ല എന്ന് പറഞ്ഞ് കരയരുത്. എനിക്ക് ആരുമില്ല, എനിക്ക് സപ്പോർട്ട് തരാൻ ആരുമില്ല, എനിക്ക് സ്നേഹം തരാൻ ആരുമില്ല. ടീച്ചറമ്മയുണ്ട് മക്കളെ കൂടെ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ടീച്ചറമ്മ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ തന്ന് ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാം നന്മയുണ്ടാവട്ടെ. താങ്ക് യു.